ഹായ് മക്കളെ, വെൽക്കം ടു ക്ലാസ് ഓറ. ഇപ്പോൾ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എല്ലാ വീഡിയോസും എല്ലാവരും കണ്ടു എന്ന് കരുതുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് കാണണം. അതിന് മുമ്പുള്ള വീഡിയോ കാണാത്ത എല്ലാ കുട്ടികളും അത് കാണണം കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ നിങ്ങളൊരു 15 ദിവസം 50 ഡേയ്സ് ചലഞ്ചാണ്. 15 ദിവസം കൊണ്ട് നമ്മൾ ഇൻ്റഗ്രേഷൻ്റെ ബേസിക് പഠിച്ചു തീർത്തിരിക്കും. അപ്പോൾ നമ്മൾ പാർട്ട് 4 ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ ഫ്രാക്ഷൻ നമ്പർ പഠിച്ചില്ല അല്ലേ, സാധാ നാച്ചുറൽ നമ്പേഴ്സാണ് പഠിച്ചുള്ളൂ. ഇനി നമുക്ക് നോക്കാം, ഒന്നാമത്തെ ഒരു ഫ്രാക്ഷൻ നമ്പർ വന്നെ നോക്കാം. x⁻³ dx ആണെന്ന് വെച്ചാൽ x⁻³ dx ആണെങ്കിൽ നമുക്കറിയാം 3/2 1 കൂട്ടണം. അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? 3/2 + 1 ആണ്. ഇത് നേരെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 3 + 2 / 2 വരും. അപ്പോൾ നമ്മുടെ ആൻസർ ഈസ് 5/2 വരും. ഇവിടെ നോക്കി, ഇത്രയും സ്റ്റെപ്പിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. നമ്മളതിന് വളരെ ഈസി ആയിട്ട് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഇവിടെ നോക്കി, ഈ 3യുടെ കൂടെ ഈ 2 കൂട്ടണം. 3യുടെ കൂടെ 2 കൂട്ടിയാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 5. അപ്പോൾ നമ്മുടെ ആൻസർ ഈസ് ആ നമ്പറല്ലേ നോക്കിയാൽ 5. ആ ഡിനോമിനേറ്റർ കിടക്കുന്ന 2 അങ്ങനെ തന്നെ എഴുതണം, 5/2. അതേ 5/2 ഇവിടെ എഴുതുക, പ്ലസ് ഇത് ആൻസർ ആയി കഴിഞ്ഞു. വളരെ സിമ്പിളാണ്. നമ്മൾ അത്രയും സ്റ്റെപ്പിൻ്റെ ഒരു ആവശ്യമില്ല, സിംപ്ലിഫിക്കേഷൻ വേണ്ട, നേരെ ഇതുപോലെ തന്നെ എഴുതാം കേട്ടോ. രണ്ടാമത്തെ നോക്കുക, x⁻5/3 dx ആണെന്ന് വെച്ചോ. നമ്മുടെ ആൻസർ എന്തായിരിക്കും? x⁻, ഈ 5 + 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 8 ഡിവൈഡഡ് ബൈ ആ 3 അങ്ങനെ തന്നെ എഴുതി, പ്ലസ് ദെൻ ഡിവൈഡഡ് ബൈ 8/3 പ്ലസ് ആൻസർ ആയി കഴിഞ്ഞു. അപ്പോൾ എന്താ നോക്കി, ഈ 5 + 3 8 ദെൻ ആ 3 ഡിനോമിനേറ്ററിൽ അങ്ങനെ തന്നെ എഴുതും. ദെൻ അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ്റഗ്രൽ x⁻7/2 dx ആണ്. ആൻസർ എന്തായിരിക്കും? നമ്മൾ വാല്യൂ കൂട്ടി, x⁻7 + 2 9 ഡിനോമിനേറ്റർ കിടക്കണം 2 എഴുതുക, ഡിവൈഡഡ് ബൈ 9/2 പ്ലസ് നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. വളരെ സിമ്പിളാണ്. ദെൻ അടുത്ത ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രൽ x⁻1/2 dx. ഇതൊക്കെ ഇൻ്റഗ്രൽ നമ്മൾ എല്ലാ പ്രോബ്ലത്തിലും വരുന്ന ഒരു ഇതാണ്. ഇത് നമുക്ക് അറിയാൻ പാടുള്ളത് വരും. അപ്പോൾ നമുക്ക് ആ പ്രോബ്ലമേ തെറ്റിപ്പോകും. ഇതാണ് നമുക്ക് സംഭവിക്കുന്നത്. ശരിക്കും എന്താണ് നമ്മൾ പഠിക്കേണ്ടത്, അതിന് കൊടുക്കുന്ന സമയം ഒരിക്കലും വേസ്റ്റ് അല്ല. പലപ്പോഴും പല കുട്ടികളും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, കുറച്ച് പ്രോബ്ലംസ് വീണ്ടും ചെയ്തു വരും. നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് എല്ലാം അറിയാം. കുറച്ച് 2 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതെല്ലാം നേരെ നമ്മുടെ മനസ്സിലും ഇല്ല, അതെല്ലാം ബ്ലാങ്ക് ആയി പോകും. അപ്പം അങ്ങനെ പഠിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്കത് കിട്ടാതെ വരുന്നത്. നമ്മൾ ശരിക്കും മാത്സ് എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ എന്ത് പഠിച്ചാലും അത് ക്ലിയർ ആയിട്ട് കണ്ടന്റ് മനസ്സിലാക്കുക. അങ്ങനെ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളെ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. പിന്നെ അവൻ ഓക്കെ ആയിട്ട് 90 ആവും. ഒരു ബിലോ 50 താഴെ നിൽക്കുന്നവൻ ഒറ്റയടിക്ക് എന്താവും, 90% എബോവിലേക്ക് എത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ അത് പഠിക്കേണ്ട രീതിയിൽ പഠിക്കണം. അതാണ് മാത്സ് എല്ലാവർക്കും ബുദ്ധിമുട്ടാവുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ x⁻1/2 എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? 1 + 2 എന്താ? 3 ആണ്. 3 ഡിവൈഡഡ് ബൈ 2 അങ്ങനെ തന്നെ എഴുതി, ഡിവൈഡഡ് ബൈ 3/2 ആൻസർ ആയി കഴിഞ്ഞു. ക്ലിയർ ആയല്ലോ? ഇവിടെ നമ്മൾ പോസിറ്റീവ് നമ്പർ പഠിച്ചു കഴിഞ്ഞു. ഇതേപോലെ നമുക്ക് നെഗറ്റീവ് നമ്പർ വരാം മക്കളെ. അപ്പം ഇൻ്റഗ്രൽ x⁻−5/2 dx ആണെന്ന് വെച്ചോ. ഇവിടെ നമ്മൾ നെഗറ്റീവ് നമ്പർ വന്നാൽ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ആൻസർ. ദാറ്റ് ഈസ് ഈക്വൽ ടു x⁻−5/2. അപ്പം -5 + 2 ആൻസർ എന്നാ? -3 അല്ലേ? അപ്പം -3/2. അതായത് ഈ -5നോടുകൂടി +2 കൂട്ടണം. -5നോട് +2 കൂട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു -3 വരും. ഈ ഡിവൈഡഡ് ബൈ 2 അങ്ങനെ തന്നെ എഴുതണം, ഡിവൈഡഡ് ബൈ -3/2 പ്ലസ് നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഈ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കൂടെ ആഡ് ചെയ്യണം. ആഡ് ചെയ്തിട്ട് ആ വരുന്ന നമ്പർ നെക്സ്റ്റിൻ്റെ പവർ എഴുതും, ഡിനോമിനേറ്റർ എഴുതും. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. അടുത്ത് നോക്കാം, x⁻−8/3 dx ആണെന്ന് വെച്ചോ. x⁻−8/3 എന്ന് പറഞ്ഞാൽ എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു x⁻−8 + 3 എത്രയാ? -5/3 ഡിവൈഡഡ് ബൈ -5/3. -8നോട് കൂടി 3 കൂട്ടിയാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു -5. ആ 3 ഡിനോമിനേറ്റർ 3 അങ്ങനെ തന്നെ എഴുതി, അതേ ഇവിടെ വരുന്ന സെയിം നമ്പർ അങ്ങനെ തന്നെ എഴുതി, പ്ലസ് നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് വൺ നോക്കാം. ഇൻ്റഗ്രൽ x⁻, അടുത്ത തേർഡ് വൺ x⁻−4/3 dx ആണെന്ന് വെച്ചു. അവിടെയും അത് തന്നെ നമ്പർ കൂട്ടുക. അപ്പം x⁻−4 + 3 എത്രയാണ്? -1/3. അടുത്ത -1/3 പ്ലസ് നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. ക്ലിയർ ആയല്ലോ? ഇതുപോലത്തെ 2-3 ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക കേട്ടോ. x⁻7/2 dx. സെക്കൻഡ് വൺ x⁻−5/4 dx. അടുത്ത തേർഡ് വൺ ഇൻ്റഗ്രൽ x⁻−1/2 dx.
3 ക്വസ്റ്റ്യൻ തനിച്ച് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇതിൻ്റെ അടുത്ത വീഡിയോ പാർട്ട് 5 നെക്സ്റ്റ് ക്ലാസ്.